അർജുൻ എന്ന മലയാളിയടക്കം ഒരു കൂട്ടം മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ടിട്ടും നിസ്സംഗമായ കർണാടകയെ ഉണർത്തിയത് കേരള സർക്കാരിന്റെ ഇടപെടലാണ്. ആമയിഴഞ്ചാനും അങ്കോളയും തമ്മിലുള്ള ദൂരം വ്യക്തമാക്കുന്നത് ഭരണാധികാരികളും അവരെ നയിക്കുന്ന ആശയവും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ്. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ മണ്ണിലടിയിൽപ്പെടുന്നത് 16-ന് രാവിലെയാണ്, അതായത് ചൊവ്വാഴ്ച. അപ്പോൾ തന്നെ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫും മറ്റുള്ളവരും അവിടെയുണ്ടായിരുന്ന കർണാടക സർക്കാർ അധികൃതരോട് അർജുൻ മണ്ണിനടിയിൽപ്പെട്ട വിവരം അറിയിക്കുന്നു. മണ്ണിടിച്ചിലിൽ ഉണ്ടായ കൂറ്റൻ മണൽമലയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഒന്നും അവർ ചെയ്തില്ല. 4 വരി ദേശീയപാതയിൽ ഒരു വരിയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു ശ്രദ്ധ. അർജുനെപ്പോലെ ആരെല്ലാം അപകടത്തിൽപ്പെട്ടുവെന്ന അന്വേഷണത്തിലേക്ക് പോകാനോ അതനുസരിച്ച് തെരച്ചിൽ നടത്താനോ തയ്യാറായില്ല. ഒരു മനുഷ്യൻ 3 ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും പുലർത്തിയ നിസ്സംഗത ഞെട്ടിപ്പിക്കുന്നതാണ്. GPS ട്രാക്കിംഗ് സംവിധാനം വഴി ലോറിയുടെ ലൊക്കേഷൻ വ്യക്തമായിരുന്നു. അത് മനസ്സിലാക്കി മണ്ണ് നീക്കാനോ തെരച്ചിൽ നടത്താനോ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെ കാര്യമായ ശ്രമമുണ്ടായില്ല. വ്യാഴാഴ്ച രാത്രി വരെ ലോറി എഞ്ചിൻ ഓണായിരുന്നു എന്ന വിവരവും കിട്ടിയതാണ്. അർജുന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷനും ലഭിച്ചിരുന്നു. എന്നിട്ടും ഒന്നും നടന്നില്ല. കോഴിക്കോട്ടെ ബന്ധുക്കൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLA വഴി സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യം അറിയിക്കുന്നതോടെയാണ് വലിയ അപകടം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നതും സ്ഥിതിഗതികൾ മാറുന്നതും. അപ്പോഴേക്കും ഏകദേശം 72 മണിക്കൂർ പിന്നിട്ടു. അപകടത്തിൽപ്പെട്ട മലയാളിയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. തുടർ നീക്കങ്ങൾ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിനെ ചുമതലപ്പെടുത്തുന്നു. എത്ര മനുഷ്യജീവനുകൾ പെട്ടിട്ടുണ്ടെന്ന ധാരണ പോലുമില്ലാത്ത ഒരു വലിയ ദുരന്തത്തിൽ അങ്ങനെ നടപടികൾക്ക് ജീവൻ വെച്ചു. നാവികസേന എത്തി, നദിയിൽ തെരച്ചിൽ നടത്തി, മണ്ണുനീക്കം സജീവമാക്കി. ആയിരക്കണക്കിന് ലോഡ് മണ്ണ് വന്നടിഞ്ഞ ആ ദുരന്തഭൂമിയിൽ അതിവേഗ നടപടികൾക്ക് സൈന്യത്തിന്റെ സേവനം വേണമെന്ന് അർജുന്റെ ബന്ധുക്കൾ അടക്കം ആദ്യ ദിനം തന്നെ കർണാടക അധികാരികളോട് പറഞ്ഞിരുന്നതാണ്. ആരും ഇടപെട്ടില്ല. കേരളത്തിന്റെ ഇടപെടലാണ് മെല്ലപ്പൊക്കില്ലാതാക്കിയത്. ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ ടണലിൽ ജോയി അകപ്പെട്ട ആ നിമിഷം മുതൽ ആ മനുഷ്യനെ കണ്ടെത്താൻ എല്ലാ സംവിധാനങ്ങളും ഒരേ മനസ്സോടെ 36 മണിക്കൂറാണ് പൊരുതിയത്. അതിലും രാഷ്ട്രീയം കലർത്തി റെയിൽവേയുടെ അനാസ്ഥ മറച്ചുപിടിക്കാൻ ശ്രമിച്ചവർ അറിയണം, അങ്കോളയിലെ ദുരന്തമുഖത്ത് കർണാടക സർക്കാർ എത്ര നിസ്സംഗമായാണ് 3 ദിവസം പെരുമാറിയതെന്ന്. പക്ഷേ അവിടെയും കേരളം അർജുന് വേണ്ടി ഇറങ്ങി. അർജുൻ, നിങ്ങളുടെ മടങ്ങിവരവും കാത്ത് ഒരു നാടുണ്ട്, കേരളം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.